യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഹലോ, അപ്പം നമ്മൾ കൂർഗിലേക്ക് ഒരു ടൂർ പോവാണ് കേട്ടോ. അവിടെ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പം ഞങ്ങളുടെ ജേണിയിൽ നിങ്ങളും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. നമ്മൾ തലശ്ശേരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാറ് വന്നിട്ടുണ്ടായിരുന്നു പിക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ റിസോർട്ട് വരയ്ക്ക് വന്നത് കേട്ടോ. അത് ഭയങ്കര ഒരു ഡ്രൈവായിരുന്നു, മറ്റേ ഫുള്ള് ചുരമായിരുന്നു. അപ്പോൾ നമ്മളൊരു 3.5 hours എടുത്തിട്ടാണ് റിസോർട്ടിലേക്ക് എത്തിയത് തലശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷൻ ഏരിയ. അവിടെ മറ്റേ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ നൈറ്റ് എടുത്ത വിഷ്വലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒഴിഞ്ഞിട്ട് രാത്രി നമ്മൾ പുറത്ത് പോയപ്പോൾ എടുത്തതാണ് ഈ സിറ്റിംഗ് ഏരിയയൊക്കെ. ഇവിടെയാണ് നമ്മൾ വിസിറ്റേഴ്സ് ചെന്ന ഉടനെ ഇരിക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ടാണ് നമുക്ക് റൂം അലോട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഞാൻ അത് ജസ്റ്റ് എടുത്താണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പോകുന്ന വഴി ഫുള്ള് ഇതുപോലെ നല്ല മരങ്ങൾ, ചെടികൾ അങ്ങനെയാക്കി നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ എപ്പോഴും ഇടവിട്ട് ക്ലീനിങ് നടക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെ താഴെ വീണ് നമുക്ക് അധികം കാണില്ല. നടക്കുന്ന വഴിയൊക്കെ ക്ലീൻ ആയിരിക്കും കേട്ടോ. നല്ല രസമായിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴി, ഇങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെയൊക്കെ ബാക്കിൽ ഊട്ടിയിലൊക്കെ നമ്മൾ പോകില്ലേ ഒരു റൈഡ്, അതുപോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ റൂം വരയ്ക്ക് എത്തി. നല്ല ദൂരമുണ്ട് റിസപ്ഷനിൽ നിന്ന് റൂമിലെത്താനായിട്ട്, നല്ല ദൂരമുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ നടക്കാം. ഇപ്പോൾ നമ്മൾ ട്രാവൽ കഴിഞ്ഞ് വന്ന ഉടനെ ടയേർഡ് ആയതുകൊണ്ട് അമ്മയൊക്കെ ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബഗ്ഗിയിൽ കയറിയിട്ട് അങ്ങനെ ഈ റൂം വരയ്ക്ക് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ റൂം കിട്ടിയിരിക്കുന്നത്. ഇതൊരു വില്ല പോലെയാണ്, അതായത് നമുക്കൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഫാൽസ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിൽ ഞാനും അജയേട്ടനും നിന്നു, മറ്റേ റൂമിൽ അമ്മയും അച്ഛനും അപ്പവും കൂടിയിട്ട് അങ്ങനെയാണ് നമ്മൾ റൂം എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ സ്ഥലം. അവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഫുള്ളിങ്ങനെ ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ലൈക്ക് ഒരു തുള്ളി വെയിലും ഉള്ളിലേക്ക് കിടക്കില്ല എന്നുള്ളതാണ്. നല്ല രസമായിട്ട് അവരത് സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല പഴക്കമുള്ള റിസോർട്ടാണിത്. 25 yearsന് അടുത്തായി തോന്നുന്നു, അറിയില്ല. ഇതൊരു ക്ലബ് മഹീന്ദ്ര തുടങ്ങിയ ടൈമിലേ ഉണ്ടെന്നാണ് പറഞ്ഞ അറിവ്. പിന്നെ വേറെ ഒരെണ്ണം പുതിയത് കൂർഗിൽ തുടങ്ങിയിട്ടുണ്ട്. അത് 10 വർഷം ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു, 10-11 വർഷം ആവുന്നേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പഴയ ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. എൻ്റെ റൂം 2102 ആയിരുന്നു, മറ്റൊരു 2101 നിന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റൂം കയറിയിട്ട് റൂം ഒന്ന് കാണിച്ചു തരാം. കയറുമ്പോൾ ഈ ഒരു ഹാൾ പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇരുന്ന് അവിടെ താഴ്ന്നൊരു ബെഡാണത്. നമുക്ക് വേണമെങ്കിൽ കൗച്ച് പോലെയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ TV ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ടേബിൾ പോലെ ഉണ്ടായിരുന്നു, നമുക്ക് ഫുഡ് വെച്ചിട്ട് ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ കിച്ചൺ, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് ഉണ്ടായിരുന്നു, നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ വെക്കാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, അവൻ ഉണ്ടായിരുന്നു. 2 തരം വെള്ളം കിട്ടുന്ന, ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടുന്ന പോലെ കുടിക്കാനുള്ളത് തന്നെ കിച്ചണിലുണ്ടായിരുന്നു. പിന്നെ ഇതാണ് വാഷ്റൂം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വലിയ ബെഡായിരുന്നു കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഒരു അടിപൊളി സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വലിയ വിൻഡോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കർട്ടൻസ് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ നല്ല രസമാണ്. അപ്പോൾ അതിന് ഇരിക്കാൻ പറ്റിയൊരു ചെയർ ഓടിയിട്ടുണ്ട്, ചാരുകസാര പോലത്തെ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചായയുടെ ഒരു കപ്പൊക്കെ പിടിച്ചിരുന്ന് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ.
പിന്നെ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാറ്റിയോ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് സിറ്റ് ഔട്ട് പോലെ ചായയൊക്കെ കുടിക്കാം, നല്ല സ്റ്റൈലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആണ്, ഫുള്ള് കാട് പോലെയൊക്കെയാണ് അപ്പുറത്തേക്ക് കാണുന്നത് നമുക്ക്. പക്ഷെ കാടല്ല ആക്ച്വലി, അവിടെ വേറെ വില്ലേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണില്ല. ഇറ്റ്സ് ലൈക്ക് ഫുള്ള് ചെടികളാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് പോലെ, നമ്മുടെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പ് നല്ല കൂടുതൽ വരുന്നു കേട്ടോ. താഴത്തെ റൂമായതുകൊണ്ടേ നല്ല രസമുണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും കാല് തറയിൽ വെക്കാൻ പറ്റില്ല ചെരുപ്പിടാതെ, നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി പോയി. ബുഫേ ആയിരുന്നു ഡിന്നർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് കണ്ടതാട്ടോ. സ്ഥലമൊക്കെ ഇങ്ങനെ നല്ല രസമാണ്, എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഏരിയ അങ്ങനെയൊക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബുഫേ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, സ്പൈസ് എന്നാണ് പേര്. ഇതല്ലാതെയും വേറെ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങി റൂം സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ റൂമിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ടും കഴിക്കാം. ഇവിടെ നമുക്ക് ബുഫേ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഡിന്നറും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ പാനിപ്പൂരിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ പാനിപ്പൂരി, ബേൽപൂരി അങ്ങനത്തെ ചാട്ട് ഐറ്റംസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരാക്കി തരും കേട്ടോ. പിന്നെ സ്വീറ്റ്സ്, ഡിസേർട്ട്സിൻ്റെ സെക്ഷനിൽ വേറെ കുറേ അങ്ങനെ മധുരമുള്ള ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പലതരം ബിസ്ക്കറ്റ് പോലെ, ഗാജർക്ക ഹൽവ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാൻ പോകുന്ന ഏരിയയാണിത്. ഈ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് കൈ കഴുകുന്നത്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അത്യാവശ്യം ഡ്രസ്സ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. സാരീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, കാശ്മീരി ടൈപ്പൊക്കെ. പിന്നെ ഇതാണ് ഹാപ്പി ഹബ്. ഹാപ്പി ഹബിൽ നമുക്ക് ആക്ടിവിറ്റീസിനുള്ള ഏരിയ ആണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഗെയിംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റും. ഒരു റൂം നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ കോയിൻ കാര്യങ്ങളൊക്കെ തരും, അപ്പോൾ നമുക്ക് കളിക്കാം കേട്ടോ. കുറേ ഗെയിംസ് ഉണ്ട്, ലൂഡോ, ടേബിൾ ടെന്നീസ്, പിന്നെ നെയിൽ ആർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, കാർ ഓടിക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഫോട്ടോസ് വെക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കിളികളുടെ, ഇവിടെയുള്ള സ്പെഷ്യൽ കിളികളുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നത്. ആ ഭാഗത്തേക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അതിന് മുന്നേ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഇതൊരു വലിയ സ്റ്റേജൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് DJ ഒക്കെ വെക്കും അവർ. പിന്നെ നമ്മൾ മുന്നേ തന്നെ പേര് ഓരോ ദിവസവും വിളിക്കും. നമ്മൾ ഈവനിങ് ആക്ടിവിറ്റീസിന് ആരെങ്കിലും പേര് തരുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ പേര് കൊടുക്കാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ. അവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആൾക്കാർ അങ്ങനെ ഇരുന്നിട്ട് അത് കാണും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതേപോലെ ഒരു ഹൊറർ സെറ്റപ്പ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വൈബാണ്. കണ്ട ഒരു ഹൊറർ ഫീൽ ഉണ്ട്, അല്ല ഒരു മാജിക്, ഒരു ജിന്നിൻ്റെ ഒക്കെ ഒരു വൈബില്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പൂളൊന്ന് കാണാൻ വേണ്ടി പോയി. പൂളിൽ അപ്പം ഇറങ്ങാൻ പറ്റില്ല, നൈറ്റ് ആയില്ലേ, അപ്പം നമ്മൾ പൂളിൽ ഇറങ്ങിയില്ല, പിറ്റേ ദിവസമാണ് ഇറങ്ങിയത്. പിന്നെ ഇതുപോലൊരു ഏരിയ, വേറൊരു സെക്ഷനാണിത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാപ്പി വേണമെങ്കിൽ കാപ്പി കുടിക്കാമില്ല, ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. അങ്ങനെ കച്ചറുള്ള പ്ലേസ് ഒന്നും അല്ല കേട്ടോ, നല്ല രസമാക്കി തന്നെയാണ്. നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കുറേ നേരം ഇരുന്ന് വേണമെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.